സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വാർത്തയാണിത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. രാവിലെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എന്നാ പിന്നെ കോളേജൊക്കെ തുറക്കുമല്ലേ, അപ്പൊ അതിന് വേണ്ടി ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോയാലോ എന്ന് ആലോചിച്ചത്. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കൂ. ഞാൻ പോകുന്നു. ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ചേച്ചിക്ക് തന്നെ അറിയില്ല എത്ര ബാഗും കവറും എടുക്കണമെന്ന്. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. ഇത് തോളത്തൊരു ബാഗ്, കയ്യിൽ 2 കവറെല്ലാം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്കിൾ ബണ്ണ് പോകുന്ന പോലെയാണ് ചേച്ചി പോകുന്നത്. എന്റെ കൂടെ പോകുന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. നല്ല സാമ്പത്തിക സ്ഥിതിയും നല്ല കരുത്തുമുള്ള നോക്കാൻ കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഇത്രയും താങ്ങി പോണ്ടായിരുന്നു. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ ലൈഫ്. സ്ലോ സ്റ്റഡി മീൻസ് ദ റേസ്. അതാണ് എൻ്റെ ലൈഫ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഗതികേട്. എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് എന്താണെന്നറിയോ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. കമന്റ്സ് മാത്രമല്ലാട്ടോ, പോകുന്നവരും വരുന്നവരും എല്ലാരും ഇത് തന്നെ എന്നോട് ചോദിക്കാറ്. ഇവനാണ് ആ ബസ് ഡ്രൈവർ, ഇവന്റെ കൂടെയാണ് മേഘ ഒളിച്ചോടിയിട്ടുള്ളത്. ഇവൻ അത്യാവശ്യം ഫ്രോഡ് പരിപാടിയൊക്കെ ഉള്ളവനെന്നൊക്കെയാണ് അറിയുന്നത്. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വയറ് കണ്ട ആൾക്കാരും തോന്നും, എനിക്കും തോന്നാറുണ്ട്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. പിന്നെയാണ് സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം.